Hello everyone, welcome back to my channel. So ഇന്ന് നമ്മളൊരു കിഡിൽ ആൻഡ് ബോട്ടിൽ ആർട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ബോട്ടിൽ ആർട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, നമ്മൾ ഈ സെയിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പല ടൈപ്സ് ഓഫ് ബോട്ടിൽ ഡിസൈൻസ് ആവശ്യമുണ്ടാവും. അപ്പം എപ്പോഴും നമ്മൾ ഒരേ രീതിക്ക് ചെയ്യുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ നമ്മളടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് സെയിം, അതായത് ഒരേ കസ്റ്റമർ തന്നെ റിപ്പീറ്റഡ് ഓരോ ഫ്രണ്ട്സിനും കസിൻസിനും ഫാമിലിക്കും ഒക്കെ വേണ്ടിയിട്ട് തന്നെ ഓർഡർ വരുമ്പോൾ നമ്മൾ ഒരേ ഡിസൈൻ ഫോളോ ചെയ്യുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല. പക്ഷേ അതൊരു വെറൈറ്റിയും കൂടി ആയിരിക്കണം, എന്നാൽ അഫോർഡബിളും ആയിരിക്കണം. ഇങ്ങനെ കുറേ കണ്ടീഷൻസ് വെക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളുടെ കയ്യിലുണ്ടാവും. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാണ് ഇത്. അപ്പം അതും നമുക്ക് ക്ലേ ഒന്നും ഇല്ലാതെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പം നമ്മളിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് ഇതേപോലത്തെ സ്റ്റിക്സ് ഉണ്ടാക്കണം. പേപ്പേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. എന്തെങ്കിലും ഞാനിപ്പം നമ്മളുടെ പപ്പടമൊക്കെ കുത്തിയെടുക്കുന്ന ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇതിനെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് വലിയ വലിയ സ്റ്റിക്സ് ആക്കി എടുക്കാം. അധികം വലുത് വേണമെന്നില്ല, ഒരു മീഡിയം സൈസിൽ എടുക്കാം. ഞാനിപ്പോൾ ഒരു പേപ്പറിനെ 4 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഷീറ്റിനെ 4 ആക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് ഇതേപോലത്തെ സ്റ്റിക്സ് ആക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം വെച്ചിട്ട് തന്നെ ചെയ്യാം, പക്ഷെ അത് തിക്നെസ് കൂടുതലായിരിക്കും. അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് ഇതേപോലെ 4 ആക്കി ഡിവൈഡ് ചെയ്തതിന് ശേഷം എടുക്കാം. അപ്പം എന്നിട്ട് നമുക്ക് ഒരു ബോട്ടിൽ എടുക്കാം, ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ തന്നെ എടുക്കാം. എന്നിട്ട് നമുക്കിത് താഴെ ബേസിൽ നമുക്കിതൊരു 3 ലെയർ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം എൻ്റെ സ്റ്റിക്കിൻ്റെ വലുപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഒരു റൗണ്ട് ഈ ബോട്ടിലിനെ ചുറ്റുമ്പോഴത്തേക്ക് അത് ഫിനിഷ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങളും മാക്സിമം അങ്ങനത്തത് എടുക്കാൻ നോക്കുക. ബിക്കോസ് നമുക്ക് ഓവറായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രാസ് ഒക്കെ പുറത്തേക്ക് തള്ളി അതൊക്കെ സ്റ്റിക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് എക്സ്ട്രാ വന്നു പോയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരി ഒരു ബൾക്ക് ഫീൽ ചെയ്യും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോർഷനിൽ. അപ്പം അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇതിനെ പേപ്പറിനെ 4 ആക്കി കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇതേപോലത്തെ റോൾസ് ഉണ്ടാക്കുക. അപ്പം അധികം തടി തോന്നത്തുമില്ല, എന്നാൽ നല്ല നീളവും കിട്ടും നമുക്ക്. അപ്പം അങ്ങനെ ചെയ്തെടുത്തതാണ് ഞാൻ ഈ സ്റ്റിക്സ്. അപ്പം ഇത് വെച്ചിട്ട് ഞാൻ ഇതേപോലെ ബോട്ടിലിന് ചുറ്റും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു സ്റ്റിക്ക് ഇതിന് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാനൊരു 4 ലെയറോളം സെയിം രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒട്ടിക്കാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫെവിക്കോളാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലൂ യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു പേപ്പർ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെവിക്കോൾ തന്നെ ധാരാളമാണ്, നല്ല രീതിയിൽ ഒട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സെയിം രീതിയിൽ ഞാനൊരു നെക്ക് പോർഷനിലും 2 സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു എന്താ പറയുക, ഒരു എക്സ്റ്റൻഷൻ ഭാഗം ഉണ്ടാവില്ല നെക്കിൽ തന്നെ, അതിന് ഞാനൊന്ന് വെറുതെ ഒരു സ്പൈറൽ ഡിസൈനിൽ വെറുതെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് സെയിം സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ. പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നുമില്ല, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ആ ഒരു നെക്കിൽ വെറുതെ ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പഴയ ബോട്ടിൽസൊക്കെ നമ്മൾ ജൂട്ടൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യാറ്. അപ്പം ഇതെല്ലാം പേപ്പർ വെച്ചിട്ട് വേണമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതേപോലെ 2 സ്റ്റിക്കുകൾ എടുക്കാം. 2 സ്റ്റിക്കുകൾ എടുത്തിട്ട് ഒന്നിന് പുറകെ വെച്ചതിന് ശേഷം ഇതേപോലെ 2 സൈഡ്സിലേക്ക് നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. വേറെ ഒന്നും ചെയ്യുന്നില്ല, സെയിം കണ്ടില്ലേ, ഒരു സൈഡിലേക്ക് ഒരു സ്റ്റിക്ക്, മറു സൈഡിലേക്ക് അതേപോലെ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കൊടുക്കാം. ആ ഫുൾ സ്റ്റിക്ക് കഴിയുന്നത് വരെ ഇതേ സ്റ്റെപ്പ് ചെയ്തു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് മനസ്സിലാവാത്തവർ ഒന്നും കൂടെ ആ വീഡിയോ ഒന്നും കൂടി ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി കാണുക കേട്ടോ. അപ്പം സെയിം ടെക്നിക്കിൽ തന്നെയാണ് ഞാൻ ആദ്യം തൊട്ടേ ചെയ്യുന്നത്. അപ്പം വളരെ സിമ്പിളാണ്. ഒരു തവണ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ടെക്നിക്ക് എന്താണെന്നുള്ളത്. അപ്പം അതേപോലെ ജസ്റ്റ് ഒന്ന് ക്രോസ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ നമുക്ക് ആ ഒരു സ്പൈറൽ എഫക്റ്റ് കിട്ടും കംപ്ലീറ്റ് ഫിനിഷ് ആയി കഴിയുമ്പോഴത്തേക്ക്. അപ്പം നമുക്കിത് ഫുള്ളൊന്ന് ഇതേപോലെ ചെയ്ത് കൊടുക്കാം.
എഴുതുന്നത് ഞാൻ വൈറ്റിൽ ജസ്റ്റ് അങ്ങ് എഴുതി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാലിയോഗ്രാഫി റൈറ്റിങ്ങിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് എന്തെങ്കിലും ക്ലയൻറ്റിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആർക്കും ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ്സൊക്കെ എഴുതണമെങ്കിലൊക്കെ ഇതിൻ്റെ സെൻറ്ററിലാക്കിയിട്ട് എഴുതി കൊടുക്കാം. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, നല്ലൊരു ക്ലാസിക് ലുക്ക് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ്. പിന്നെ ആരുടെയെങ്കിലും ആനിവേഴ്സറി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പേരൊക്കെ അതിൻ്റെ സെൻറ്ററിൽ എഴുതി കൊടുക്കാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടാവും. അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ബോട്ടിലിൻ്റെ പിക്ചേഴ്സ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരാം കേട്ടോ. അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് താഴത്തെ റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.